അവരൊക്കെ അക്സെപ്റ്റ് ചെയ്തു അവൻ പോയി ഇനി വരില്ല എന്നുള്ളത്. പക്ഷെ എനിക്കിപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അവൻ ഇല്ല എന്നുള്ളൊരു ഈ സ്പോട്ടിലായിരുന്നു അവൻ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ബ്ലഡ് ചെയിൻസ് ആയിരുന്നു. മഴയൊക്കെ പെയ്ത് പോയതാണ്. തലയൊക്കെ മുടിയൊക്കെ ഞങ്ങൾ മൊത്തം വെട്ടി, തലയുടെ ഇവിടെ ചെവി ഫുള്ള് ബാക്കിൽ ഫുള്ള് മുറിവുകളാണ്. കാലിന്റെ തൊട തൊട്ട് നഖത്തിന്റെ അവിടം വരെ അമ്മയ്ക്ക് മുറിവുകളാണ്. അത്രയും എനിക്ക് അമ്മേനെ നേരിട്ട് കഴിഞ്ഞപ്പോ ഈ അമ്മയാണോ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞേ എന്നുള്ളത് നമുക്ക് നേരെ ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല ആലോചിച്ചിട്ട്. ഇവരുടെയൊക്കെ അവസ്ഥ എന്തായാലും ഊഹിക്കാന്നേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിലും ഞാൻ പപ്പയുടെ അമ്മയുടെ മുന്നിൽ കരഞ്ഞിട്ടേ ഇല്ല. അമ്മേനെ അന്ന് ആംബുലൻസിലാണ് കാണാൻ കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആംബുലൻസിൽ പോയി കയറി കണ്ടു. അപ്പോഴും ഞാൻ ഒരു തുണ്ട് പോലും ഞാൻ കരഞ്ഞില്ല. ഇന്ന് ഇവിടെ വെച്ച് കണ്ടപ്പം പപ്പയെ ഞാനും ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നല്ലാതെ അതിനുശേഷം ഇന്നേ വരെ പപ്പയുടെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ അവരെ സമാധാനിപ്പിക്കും. പക്ഷെ എന്റെ ഉള്ളില് എനിക്കിപ്പോഴും മൂത്തവളായിട്ട് ഭയങ്കര കൂട്ടാണ്. അവളാണെങ്കിൽ അവനെ കണ്ടാ അവൾക്ക് എന്നെ ഒന്നും വേണ്ട, ഞങ്ങളെ ആരെയും വേണ്ട. ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ അവൾ എന്നോട് പറയും, ആരും എന്തിനാ കരയണ്? ഞാൻ അപ്പയുടെ അടുത്ത് പറയാട്ടോ വരുമ്പോ മാമനെ കൊണ്ടുവരാൻ. മാമന് വലിയ മുറിവാണ്. അപ്പൊ മാമനെ ഇവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, ദൂരെ ആശുപത്രിയിലാണ്. അപ്പൊ കൊറേ നാള് കഴിയുമ്പോ മാമൻ വരും. അങ്ങനെയൊക്കെ അവള് പറയാത്തൊരു ദിവസം, അവനെ പറ്റി പറയാത്ത ചോദിക്കാത്ത ഒരു ദിവസം പോലും. നമ്മൾ ചിലപ്പോ എല്ലാം റിക്കവർ ചെയ്ത് വരുമ്പോ ഇവള് വന്ന് ചോദിക്കും. അവളുടെ കുഞ്ഞു മനസ്സല്ലേ, അവൾ ഇപ്പോഴും വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ചിലപ്പോ പറയും മാമ ദൈവത്തിന്റെ അടുത്ത് പോയതാണ്, പക്ഷെ അവൾക്ക് എന്നാലും വരും. മാമ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു അലന്റെ മരണം എന്ന് പറയുന്നത്. അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ടോ? അമ്മയ്ക്ക് 2 തോളലിനും പൊട്ടലുണ്ട്, പിന്നെ ദേഹം മൊത്തം മുറിവ്, പിന്നെ ചെവി ഇങ്ങനെ ഒടിഞ്ഞു പോയി, മീൻസ് അതിങ്ങനെ തൂങ്ങിപ്പോയി അങ്ങനെ. പിന്നെ ദേഹം മൊത്തം മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അമ്മേനെ തൃശ്ശൂർ കൊണ്ടുപോകണം പറഞ്ഞ് അമ്മേനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവൻ പിന്നെ ആശുപത്രി എത്തുന്നതിന് മുന്നേ അവന് അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ കുത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ എവിടെയാണ് കുത്തിയത്. അപ്പൊ ആ കുത്തിയ സ്പോട്ടിൽ തന്നെ അവന് പറ്റി. അതാണ് അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെയാണ് കിട്ടിയത്. അത് കണ്ടപ്പോൾ ശരിക്കും മനസ്സിലായത് ഒരുപാട് ക്യാൻസറാ പോയിട്ടുള്ളത്. ഈ പറഞ്ഞ ആളിന് പറയാം, അമ്മയ്ക്ക് പറയാനുണ്ടെന്ന്. ഓക്കെ, പക്ഷെ ആ സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോറസ്റ്റുകാരുടെ ഒരു ഇൻസ്ട്രക്ഷനോ അല്ലാന്നുണ്ടെങ്കിൽ അവർ നാട്ടുകാരുടെ അടുത്ത് ആന വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷനോ കാര്യങ്ങളൊന്നും ആ സമയത്തൊക്കെ ഒരു മരവിച്ച അവസ്ഥയായിരുന്നു. കാരണം ഇവന്റെ മരണം തൊട്ട് ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന തൊട്ട് ഇവന്റെ ബോഡി തിരിച്ചിവിടെ എത്തിക്കുന്നവരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ അമ്മനെ അവിടെ എത്തിക്കുന്ന തൊട്ട് അമ്മനെ തിരിച്ചു കൊണ്ടുവരുന്നവരും കൂടെ ഉണ്ടായിരുന്നു. രണ്ടവസ്ഥയും ഒരു മരവിച്ച അവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഫ്ലോറിൽ ചെയ്തു പോയിന്നേ ഉള്ളൂ. അമ്മയ്ക്ക് ആ ഒരു മെന്റൽ ട്രോമയായിരുന്നു, കാരണം അമ്മ സംഭവം കണ്ട ആളല്ലേ. അമ്മയുടെ ഓർമ്മയില് ഇവനെ ഓടുന്നു മാത്രമാണ് അമ്മയുടെ ഓർമ്മയിലുള്ളത്. അമ്മ പോയി ആനനെ മുട്ടി, ഇവന്റെ ടോർച്ച് ഫ്രണ്ടില് ഇവൻ അമ്മയുടെ ഫ്രണ്ടിലായിരുന്നു മുട്ടിയത്. അമ്മ ഓടിക്കോന്ന് ഇവനോട് പറഞ്ഞു. അമ്മ പിറകോട്ട് ഓടി, ഇവൻ ഫ്രണ്ടിലോട്ട് ഓടി. അമ്മയുടെ കണ്ണിൽ അവസാനം കണ്ടത് ഇവൻ ഓടുന്നതാണ്, ഫ്രണ്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് ഓടി വരുത്താണ്. കാരണം അമ്മേനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ആന ഇറങ്ങുക അന്നാണോ നടക്കുന്നത്? പപ്പയൊക്കെ ഇവിടെ ഒരു 10-48 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഒരു 10 വർഷമായിട്ട് ഇവിടെ ആനശല്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു മയിലോ കുരങ്ങോ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇല്ലാത്ത ജീവികൾ ഇവിടെ ഇല്ല. ആന, ഇടയ്ക്ക് പുലി ഇറങ്ങലുണ്ട്. കൊല്ലത്തിൽ ലുലു മാൾ, അതിന്റെ ഹൈപ്പർ മാർക്കറ്റില്ലേ, അവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അവൻ ജോലി റിസൈൻ ഇട്ടിട്ട് വന്നതാണ്. പിന്നെ അവന് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ ചെയ്യണം, അമ്മേനെ അപ്പേനെ നോക്കണം. അങ്ങനെ അവന് പിന്നെ പഠിക്കാൻ അവന് IAS ട്രൈ ചെയ്യണം എന്ന് അവന് ആരോടും പറഞ്ഞിട്ടില്ല, എന്നോടും അമ്മയോടും മാത്രം. ഇവിടെ എനിക്ക് അതൊന്നും ഇവിടെ പാലക്കാട് ഒരു അക്കാഡമിയൊക്കെ നോക്കി എനിക്ക് ട്രെയിനിങ്ങിന് പോയാൽ കൊള്ളാമെന്നുണ്ട്, വെറുതെ ട്രൈ ചെയ്ത് നോക്കാൻ കിട്ടുകയാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞു. കാരണം അത്രയും നന്നായി പഠിക്കുന്നു. ഇപ്പോൾ അവൻ്റെ സ്കൂളിലായാലും കോളേജിലായാലും അന്വേഷിച്ചാലൊക്കെ എല്ലാവർക്കും അവനെക്കുറിച്ച് നല്ലത് മാത്രം പറയാനുള്ള അത്ര നല്ലൊരു പയ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ ദൈവം നല്ലവർക്കൊന്നും അധികം ആയുസ് കൊടുക്കുന്നില്ല. എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇന്നേ വരെ ഞാനും അവന് ഒരു വഴക്ക് പോലും പരസ്പരം അടി ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് അങ്ങനെ കുറച്ചുനാൾ അവൻ എന്നോട് പിണങ്ങിയിരുന്നത് ഞങ്ങളുടെ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് വിഷമായ ഒരൊറ്റ റീസൺ കൊണ്ടാണ്.
എന്നോട് കുറച്ച് നാൾ പിണങ്ങിയത്. അവൻ മുഖാന്തരമാണ് എനിക്ക് ഏട്ടനെ പരിചയം തന്നെ. അങ്ങനെ ഇവര് പണ്ടേ കൂട്ടൊക്കെയായിരുന്നു. ഇവരും അതുപോലെ തന്നെ ഒരു അളിയൻ ബന്ധമല്ല. എല്ലാ തരികട സമയത്താണെങ്കിലും ഇല്ല, കൂട്ടും നടക്കലും പിടിക്കലും. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആനും അഖിലുമാണ്. നമസ്കാരം. നിങ്ങളുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥ എത്രത്തോളം ബുദ്ധിമുട്ടിലാണെന്ന് അറിയാം. കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു അലന്റെ മരണം എന്ന് പറയുന്നത്. അനുവിന്റെ വീഡിയോസിലൂടെ ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് അലനെ. അന്ന് ശരിക്കും എന്താ അന്ന് രാത്രി സംഭവിച്ചിട്ടുള്ളത്? അന്ന് അവൻ എൻ്റെ വീട് കുറച്ച് അപ്പുറയാണ്. ഞാൻ പുതുപ്പരിയാർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ അവനും അമ്മയും അന്ന് അവിടെ ഉണ്ടായിരുന്നു സംഭവം നടക്കുന്ന ദിവസം. അപ്പൊ അന്ന് വൈകിട്ട് പപ്പ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ട് രാത്രി തന്നെ പോരാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് വരുന്ന വഴിക്കാണ് ഈ സംഭവം നടക്കണത്. ഇപ്പം അവർക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ കറണ്ടും ഇല്ല, ചെറിയൊരു മഴച്ചാറ്റലും ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാധാരണ ഇവർ എത്തിയ ഉടനെ എന്നെ വിളിക്കും, വീടെത്തി എന്ന് പറയാം. കുറെ നേരമായിട്ടും വിളിയൊന്നും കാണാതായപ്പോ ഞാൻ ആദ്യം അമ്മയ്ക്ക് ഫോണില്ല, അപ്പൊ അവന്റെ നമ്പറിലേക്ക് ഞാൻ ആദ്യം ഫോൺ വിളിച്ചു. അപ്പൊ ഫോൺ എടുക്കണേ ഇല്ല. ഒരു 7:30 ആയപ്പോഴാണ് വിളിച്ചത്. ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എത്തിയിട്ട് ഫോണ് സൈലന്റ് ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ കോള് കാണുമ്പോൾ തിരിച്ച് വിളിക്കായിരിക്കും വന്നു. അത് കഴിഞ്ഞിട്ടൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് വിളിച്ചു. അപ്പൊ ഞാൻ എത്തി എന്ന് പറയാനാണ് വിളിക്കുന്നത്. ഫോൺ എടുത്തപ്പോൾ അമ്മയുടെ കരച്ചിലാണ് കേൾക്കുന്നത്, അമ്മ കരയുന്നതാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഇടയ്ക്ക് എന്നെ പറ്റിക്കണ സ്വഭാവമുണ്ട്. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ, അല്ലെങ്കിൽ വീട്ടിലാവനും അമ്മയായിട്ട് എന്തെങ്കിലുമൊക്കെ ചുമ്മാ വെറുതെ ഉണ്ടാവുമ്പോ എന്നെ ഇങ്ങനെ വിളിച്ച് പറ്റിക്കണം. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെ അവര് പറയുന്നതായിരിക്കും വിചാരിച്ച്. അപ്പൊ അമ്മ കരച്ചിൽ നിർത്തുന്നില്ല. അപ്പൊ എനിക്കാണെങ്കിൽ അമ്മ പറയണൊന്നും മനസ്സിലാവണില്ല. പിന്നെയാണ് അമ്മ പറഞ്ഞത്, എടി ആന ഇതാക്കി, കുഞ്ഞനങ്ങുന്നില്ല, കുട്ടനാ ഞങ്ങൾ വിളിക്കാവനെ, കുട്ടൻ അനങ്ങണില്ല, നീ വേഗം ഓടി വാ, ആരോടെങ്കിലും വിളിച്ച് പറ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെയാണ് ഏട്ടൻ്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഏട്ടൻ വണ്ടി എടുത്ത് പോയി. പിന്നെ ഇവരെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു. അത്രേ എനിക്കറിയുള്ളൂ. പിന്നെയൊക്കെ ഏട്ടനാണ് ഞാനും സംഭവിച്ചത്. പോണ വഴിക്ക് അവിടെ നിന്ന് ഇറങ്ങിയ പാടഞ്ഞ് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ വീട് അടുത്താ, ഒരു 1 കിലോമീറ്റർ ഉണ്ടാവും മാക്സിമം. അപ്പൊ ഞാൻ ഇവിടെ ഉള്ളവരെ വിളിച്ചു പറഞ്ഞു. അവരിവിടെ എത്തിയൊരു 6 മിനിറ്റ് 7 മിനിറ്റ് അവരിവിടെ എത്തുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ അവിടെ നിന്ന് എത്തി. സമയമൊന്നും വൈകിട്ടായിരുന്നില്ല കൊണ്ടുപോകാനും. പക്ഷെ ഇൻസിഡന്റ് നടന്നു വന്നിട്ട് ഇവൻ ലാസ്റ്റ് ഗൂഗിൾ പേ ചെയ്ത ടൈം ഉണ്ട്. നമ്മുടെ ഫോൺ കൈ കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. 7:11 ആള് ആ മെയിൻ റോഡ് നിങ്ങൾ കയറി വന്നില്ല, ആ മെയിൻ റോഡിൽ ഗൂഗിൾ പേ ചെയ്തിട്ടുള്ളത് കടയിൽ. അവിടെ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് കൊണ്ട് നടന്നു വരികയാണ് സുഹൃത്തേക്ക്. അപ്പൊ ഇവള് തിരിച്ചു വിളിച്ചിരിക്കുന്നത് 7:28 തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഫോൺ എടുത്തിട്ടില്ല. അപ്പൊ ആ സമയത്ത് മേ ബി ഒരു ഇൻസിഡന്റ് നടന്നു കിടക്കായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു ഗ്യാപ്പാണ് സംഭവിച്ചിട്ട് 10 മിനിറ്റ് ഗ്യാപ്പിലാണ് സംഭവിച്ചിരിക്കുന്നത്. അറിയാലോ, ഇപ്പൊ വീട്ടിൽ ഓടിയെത്താവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അവർക്കൊന്ന് ഓടിയാ എത്താവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷെ ഓടാൻ പറ്റിയില്ല. ഞങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാവരും കൂടി ചേർന്ന് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു, ബോധം ഉണ്ടായിരുന്നില്ല. അവിടത്തെ നേരത്തെ മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അമ്മനെ അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തൃശ്ശൂർക്ക് മാറ്റി. കാരണം പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് സർജറിന്റെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റി. അമ്മയ്ക്ക് 2 തോളലിനും പൊട്ടലുണ്ട്, പിന്നെ ദേഹം മൊത്തം മുറിവ്, പിന്നെ ചെവി ഇങ്ങനെ ഒടിഞ്ഞു പോയി, മീൻസ് അതിങ്ങനെ തൂങ്ങിപ്പോയി അങ്ങനെ. പിന്നെ ദേഹം മൊത്തം മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അമ്മേനെ തൃശ്ശൂർ കൊണ്ടുപോകണം പറഞ്ഞ് അമ്മേനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവൻ പിന്നെ ആശുപത്രി എത്തുന്നതിന് മുന്നേ അവന് അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. അനുവിനെ അപ്പൊ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഹോസ്പിറ്റലായിരുന്നാണ് പറഞ്ഞത്. പിന്നെ പിറ്റേ ദിവസം കാലത്താണ് എന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയെ കൂടിയിട്ട് വ്യത്യാസം ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ നിറയെ പ്രസ്. അപ്പൊ എന്നോട് ഏടന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, അങ്ങനെ ആനയല്ലേ ഇതാക്കിയത്, അപ്പം അത് എല്ലാരും അറിഞ്ഞു, പ്രസ്സുകാരൊക്കെ വരും, പ്രതിഷേധ മാർച്ചുണ്ട്. അപ്പൊ ഞാനും പപ്പ രാവിലെ എണീറ്റിട്ട് പപ്പേനെയും ഏട്ടന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. പപ്പ സംഭവം നടക്കുമ്പം പപ്പ വീട്ടിലുണ്ട്. പപ്പ ഉറങ്ങുമായിരുന്നു. പപ്പ അറിഞ്ഞില്ല, സൗണ്ടും കേട്ടില്ല. പപ്പ നല്ല ഉറക്കമായിരുന്നു. പിന്നെ പോലീസുകാർ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ കാര്യം മരിച്ചു എന്നൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരാണ് പിന്നെ ഏട്ടന്റെ വീട്ടിലേക്ക് പപ്പേനെയും കൊണ്ടുവന്നു. ഞങ്ങൾ രാത്രി ഫുൾ അവിടെ ആയിരുന്നു. ഞങ്ങളോട് പറഞ്ഞില്ല. അമ്മേനെ ഇങ്ങനെ തൃശ്ശൂർക്ക് മാറ്റണു, പൊട്ടലുണ്ട്, കുട്ടന് കുഴപ്പമൊന്നുമില്ല,
അവന്റെ തലക്കടി കിട്ടിയോണ്ട് അതിന്റെ ഒരു മയക്കമാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ആശുപത്രി പോകാൻ നിന്നപ്പം എല്ലാരും പറഞ്ഞു ആശുപത്രിയിൽ പോകണ്ട, ഇവിടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്, അതിനൊന്ന് പോയി നിങ്ങൾ തല കാണിക്കണം, കാരണം നമ്മുടെ കുട്ടിക്കല്ലേ പറ്റിയേ. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോഴേ താഴെയൊക്കെ പ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ എനിക്ക് ചെറിയൊരു സംശയം ഇങ്ങനെ, പക്ഷെ ഞങ്ങളെ അമ്മേനെ മാറ്റി കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ച അമ്മയ്ക്കായിരിക്കും പ്രശ്നം, ഇവന് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞങ്ങളുടെ മനസ്സിൽ ഫുള്ള്, എന്റെ അപ്പയുടെ. പിന്നെ ഇവിടെ വന്നപ്പോ നിറയെ പ്രശ്നം. ഇവിടെ വന്നപ്പോഴും ആരും ആന്റിമാരും ആരും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, ആടി ഇരിക്കി പറഞ്ഞു. ഇവിടെ പന്തലൊന്നും അപ്പം ഇട്ടിട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഉള്ളിലിരുന്നപ്പോ വേറെ വല്യച്ഛന്റെ ആന്റി വന്നിട്ടാണ് എന്നോട് പറയുന്നത്. അപ്പോഴും അപ്പയോട് പറഞ്ഞില്ല, എന്നോട് ആദ്യം പറഞ്ഞത്. ഞാൻ കരയണ സൗണ്ട് കേട്ടിട്ടാണ് പപ്പ വന്നത്. പക്ഷെ പപ്പ എപ്പോഴും ചോദിച്ചു ആരാണ്, അമ്മയാണോ എന്നാണ് ചോദിച്ചത്. അമ്മയല്ല കുട്ടനാണെന്ന് പറഞ്ഞപ്പോ നമുക്ക് പെട്ടെന്നത് ഉൾക്കൊള്ളാനൊരു, അല്ല അമ്മയാണെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റില്ല, എന്നാലും അവനധികം എന്നെക്കാളൊരു പരിക്ക് പോലും പറ്റിയില്ല എന്നുള്ള രീതി അറിഞ്ഞപ്പോ അല്ലേ. അല്ല അവന് തലയ്ക്ക് മാത്രമേ അടിയുള്ളൂ, അമ്മയ്ക്കാണ് മുറിവ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ അവന് ഇതിനു മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്, അതും ഈ തലയ്ക്കായിരുന്നു. അവൻ ബൈക്കിൽ പോണ വഴിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, അന്നും തലയ്ക്ക് തന്നെയായിരുന്നു അവൻ അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചു നാൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ നമ്മളും വിചാരിച്ച് അതേ അവിടെ തന്നെ അടി കിട്ടിയോണ്ട് അവൻ അതിന്റെ ബുദ്ധിമുട്ടായിരിക്കും വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെയാണെന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ അന്ന് തന്നെ ബോഡി കൊണ്ടുവന്നില്ല, കാരണം അമ്മയ്ക്കും കാണണം എന്ന് പറഞ്ഞപ്പോ അമ്മേനെ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. 8-ാം തീയതിയാണ് നമ്മൾ അവന്റെ ചടങ്ങുകൾ എല്ലാം നടത്തിയത്. അമ്മയോട് ഇതാരാ? അമ്മയുടെ അവിടെ ഒരു കസിനാണ് പറഞ്ഞത്. ഞങ്ങളിത് കഴിഞ്ഞ് അവനെ മുർസലേക്ക് മാറ്റിയപ്പോ തന്നെ അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എത്തി കഴിഞ്ഞ് പിന്നെ അവരുടെ വീട് അവിടെയാണ്, അമ്മനെ തൃശ്ശൂർ അമേരിക്ക കോളേജിന്റെ അടുത്താണ്, അത്താണി എന്ന് പറയും. അപ്പൊ അവിടെ നിന്ന് പിന്നെ അവരുടെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുള്ളതുകൊണ്ടാണ് ഇപ്പൊ അവിടെ നോക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അവരിൽ ഒരാളാണ് പറഞ്ഞത് അവിടെ അമ്മേന്റെ അടുത്ത് പറഞ്ഞ. അമ്മയുടെ ഒരു പ്രതികരണം, കാരണം അമ്മേനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് അമ്മയ്ക്ക് ആ ഒരു മെന്റൽ ട്രോമയായിരുന്നു, കാരണം അമ്മ സംഭവം കണ്ട ആളല്ലേ. അമ്മയുടെ ഓർമ്മയില് ഇവനെ ഓടുന്നു മാത്രമാണ് അമ്മയുടെ ഓർമ്മയിലുള്ളത്. അമ്മ പോയി ആനനെ മുട്ടി, നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആനനെ മുട്ടി, കാരണം ഇവന്റെ ടോർച്ച് ഫ്രണ്ടില് ഇവൻ അമ്മയുടെ ഫ്രണ്ടിലായിരുന്നു മുട്ടിയത്. അമ്മ ഓടിക്കോന്ന് ഇവനോട് പറഞ്ഞു. ഇത് അമ്മ പറഞ്ഞ കാര്യമാണ്, നമുക്ക് എന്താണ് അറിയില്ല. അമ്മ പറഞ്ഞു ഇവനോട് ഓടിക്കോന്ന് പറഞ്ഞു. അമ്മ പിറകോട്ട് ഓടി, ഇവൻ ഫ്രണ്ടിലോട്ട് ഓടി. അമ്മയുടെ കണ്ണിൽ അവസാനം കണ്ടത് ഇവ ഓടുന്നതാണ്, ഫ്രണ്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നതാണ്. രക്ഷപ്പെടാനല്ല, അമ്മേന്റെ അടുത്തേക്ക് ഓടി വരുന്നേട്ടാ കാണുന്നത്. അത്രേ അമ്മ കണ്ടുള്ളൂ. അപ്പത്തേക്ക് അമ്മേനെ ഉപദ്രവിച്ച് അമ്മയുടെ ബോധം പോയി. പിന്നെ അമ്മ ബോധം എണീക്കുമ്പോ ഇവൻ അനക്കമില്ലാതെ ചോര പോയി കിടക്കുന്നതാണ് കാണുന്നത്. അവനെ കുത്തിയിട്ടുണ്ട് ഇവിടെ, ഹൃദയം ഇവിടെ എവിടെയാണ് കുത്തിയത്. അപ്പൊ അതിന്റെ ആ കുത്തിയ സ്പോട്ടിൽ തന്നെ അവന് പറ്റി. അതാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ആന ഇറങ്ങുക എന്ന് പറയുന്നത്, അത് ഫസ്റ്റ് ആ ഒരു അന്നാണോ നടക്കുന്നത്? ഇവിടെ പൊതുവെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. പൊതുവെ ആന ശല്യം. പപ്പയൊക്കെ ഇവിടെ ഒരു 10-48 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഒരു 10 വർഷമായിട്ട് ഇവിടെ ആനശല്യം ഉള്ളൂ. അല്ലെങ്കിൽ ഒരു മയിലോ കുരങ്ങോ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇല്ലാത്ത ജീവികൾ ഇവിടെ ഇല്ല. ആന, ഇടയ്ക്ക് പുലി ഇറങ്ങലുണ്ട്, ചെന്നായ, ഈ വക പന്നി, മയില്, കുരങ്ങൻ, ഈ വക എല്ലാ സാധനങ്ങളും ഇവിടെ ഇപ്പൊ ഒരു 10 വർഷത്തിനിടയ്ക്കായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ ഇത്രയും നാളും നമുക്കങ്ങനെ വലിയൊരു ഉപദ്രവം എന്ന് പറയാനൊന്നും അങ്ങനെ ഉണ്ട്. ഇവിടെ കൊന്നിട്ടുണ്ട് 2 പേരെ. അത് പക്ഷെ ഇവിടെ റബ്ബർ തോട്ടത്തിൽ വെട്ടാൻ വരുന്നവരെയൊക്കെ കുറച്ചും കൂടെ മാറിയിട്ടാണ്. ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇത് ആദ്യമായിട്ടാണ്. പിന്നെ ആ ഫോറസ്റ്റുകാർ പറയേണ്ടതാണ്, ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു ഇൻഫോർമേഷനോ ആന ഇറങ്ങിയിട്ടുണ്ട് അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ അവർ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ? ലാസ്റ്റ് കുറച്ച് സമയത്ത് അതൊന്നും ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ഇൻസിഡന്റ് നടന്നു. സെപ്പറേറ്റ് ടീം ഉണ്ട് ഇവിടെ, RRT അങ്ങനെ ടീമുണ്ട്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയാണ്. കാരണം എന്താ വെച്ചാൽ ആ ദിവസം കാലത്താനുണ്ട്, തലേ ദിവസം ആനയുണ്ട്. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ ഒരാൾ പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇവിടെ ആന ഉള്ളതെന്ന് അറിയാം. ഈ പറഞ്ഞ ആളിനും അറിയാം, അമ്മയ്ക്കും അറിയാം ആന ഉണ്ടെന്ന്. ഓക്കെ, പക്ഷെ ആ സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോറസ്റ്റുകാരുടെ ഒരു ഇൻസ്ട്രക്ഷനോ അല്ലാന്നുണ്ടെങ്കിൽ അവർ നാട്ടുകാരുടെ അടുത്ത് ആന വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷനോ കാര്യങ്ങളൊന്നും സേഫ് ആയിരിക്കണം എന്നുള്ള ഒരു രീതിയിൽ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, കാരണം ഇങ്ങനെ ഇതുപോലെ ആന ഇറങ്ങാറുണ്ട്. അവരെന്തെങ്കിലും നമ്മൾ ആ സമയത്ത് എപ്പോഴും നടക്കുന്ന സ്ഥലമാണ്. ആ സമയം നമുക്കങ്ങനെ ആന ഇറങ്ങി എന്ന് പറഞ്ഞാലും ചിലപ്പോ രാവിലെയൊക്കെ വന്നിട്ട് അതുങ്ങൾ കയറി പോകും. അവര് പകലാണ് കൂടുതൽ, കാരണം പകല് ചിലപ്പോ ചൂടൊക്കെ എടുത്തിട്ടായിരിക്കും പുറത്തോട്ട് വെള്ളത്തിനും അങ്ങനെയൊക്കെ വരുന്നത്. അത് കഴിഞ്ഞ് ഇവരങ്ങ് ഉൾക്കാട്ടിലോട്ട് പോകും. പിന്നെ രാത്രിയൊക്കെ നമ്മള് ഇവിടെയുള്ള എല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ വർക്കൊക്കെ കഴിഞ്ഞ് 7 മണി 8 മണിക്ക് വരുന്നവരാണ് എല്ലാരും. അവിടെ പഠിക്കുന്ന ആൾക്കാരുണ്ട്.
അവിടുന്ന് ഒന്നാമത് നമ്മുടെ വഴി മോശമായതുകൊണ്ട് നമുക്ക് വണ്ടികളൊന്നും ഉള്ളിലേക്ക് വരില്ല. അപ്പൊ എല്ലാരും ഈ ഒരു സമയം കഴിഞ്ഞാൽ നടന്നു തന്നെയാണ് വരുന്നത്. ഇതിലും വലിയ സമയത്ത് നമ്മൾ നടന്നു വന്നിട്ടുണ്ട്. പക്ഷെ എന്നാ അതിൻ്റെതായ ആന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം എന്തായാലും ഫോറസ്റ്റിൽ അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെതായ ഒരു മുൻകരുതൽ എടുക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരലോ ഒന്നും ഉണ്ടായില്ല അന്ന്. ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവര് സ്പോട്ടിലെത്തിയത്. അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? അവര് ആ സമയത്ത് നമുക്കിതൊന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇവിടം വരെ എത്തണ്ടേ, അങ്ങനെയാണ് സമയം വൈകിയ റീസൺ അതായിരുന്നു. കാരണം കാരണം ഈ മുണ്ടൂർ റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ മാക്സിമം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് യാത്ര ഇത്രേ ഉള്ളൂ. മുണ്ടൂർ ഇവരുടെ ഫോറസ്റ്റ് ഓഫീസിനായിക്കോട്ടെ റേഞ്ച് ഓഫീസിനായിക്കോട്ടെ ഇവിടെ എത്താൻ. പക്ഷെ ഇവരാരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. 1 മണിക്കൂറോളം കഴിഞ്ഞു. 1 മണിക്കൂർ. കാരണം ഈ സംഭവം നടന്ന അവർക്ക് ഇങ്ങനൊരു സംഭവം നടന്നപ്പോ അതിനൊരു ഉത്തരം കിട്ടിയിട്ട് എത്താന്നുള്ള ബേസിലായിരിക്കും മേ ബി അവർ അങ്ങനെയാണ് എത്തിയത്. 1 മണിക്കൂറാണ്. ഞങ്ങളെ പുതുപ്പിലാരുടെ അടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് 6 മിനിറ്റ് 7 മിനിറ്റ് ഞങ്ങൾ ഇവിടെ എത്തി. അതുപോലെ ഇവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാരും ചുറ്റി വന്നു. പക്ഷെ ഈ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞത് വലിയ ദൂരമില്ല, അടുത്ത് തന്നെയാണ്. അവരെത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ ആള് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ തുടങ്ങി, റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. മാനസികമായിട്ട് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്ത രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ. ഓക്കെ. ഇവളെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നേ ഉള്ളൂ. രാത്രി ഒന്നും ഉറക്കില്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസമായി രാത്രി ഒന്നും ഉറക്കില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്, വിഷമങ്ങൾ കൊണ്ട് ഉറക്കമില്ല, ഭക്ഷണം നേരെ കഴിക്കുന്നില്ല. അപ്പൊ ഇന്നലെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ രാത്രി. പിന്നെ നമ്മള് വേറെ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നാന്ന്. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടല്ലേ? അമ്മയ്ക്ക് പക്ഷെ എണീറ്റ് ഇരിക്കാനൊന്നും പറ്റില്ല. ചെവിയിലെ ഇപ്പൊ ഇന്നേക്ക് ആ ചെവിയിലെ തുന്നലൊക്കെ അഴിച്ച് കേൾവിക്കൊന്നും പ്രശ്നമില്ല. മുറിവുകൾ കുറെ ഉണ്ട് പുറത്ത്, തൊടയില് ഒക്കെ മുറിവുകൾ. അതൊക്കെ ഉണങ്ങി 2 തോളലിന് 2 പൊട്ടി അകന്നിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് എണീറ്റ് ഇരിക്കാൻ പറ്റില്ല. ഒരു 3 മാസം ആവും അതൊന്ന് മാറാൻ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷെ അമ്മയ്ക്ക് എന്തോ സർജറി ഒക്കെ ഉണ്ടായിരുന്നല്ലേ? സർജറി ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. ഷോൾഡറിൽ പൊട്ടിയ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ബെൽറ്റ് ഇട്ടിട്ട് തന്നെ അത് കൂടണം. അതല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അലിന് ഇപ്പം 23 വയസ്സായിരുന്നു അല്ലേ? 22. ഈ ജൂലൈ വരുമ്പോ 23. എന്ത് ചെയ്യുമായിരുന്നു? പഠിക്കായിരുന്നു അതോ? അവൻ ഡിഗ്രി കഴിഞ്ഞതാണ്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊല്ലത്ത് ലുലു മാൾ അതിന്റെ ഹൈപ്പർ മാർക്കറ്റില്ലേ അവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അവൻ ജോലി റിസൈൻ ഇട്ടിട്ട് വന്നതാണ്. കാരണം അവനിനി നന്നായി പഠിക്കുമായിരുന്നു. നല്ല ചെറുപ്പം തൊട്ടേ പഠിക്കുമായിരുന്നു. അവനപ്പൊ ഇനി ഹയർ സ്റ്റഡീസ് എന്തെങ്കിലും നോക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. പിന്നെ എന്താ വെച്ചാൽ അമ്മയ്ക്ക് പപ്പ ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. 3 അറ്റാക്ക് കഴിഞ്ഞാണ് പപ്പയ്ക്ക്. അമ്മയ്ക്ക് ആസ്മയുടെ പ്രശ്നം, ഈ വാദത്തിന്റെ പ്രശ്നം, അങ്ങനെ കുറെ അസുഖങ്ങളുണ്ട്. അപ്പൊ ഇവിടെ അവൻ പോയി കഴിഞ്ഞാൽ അമ്മയൊക്കെ ഇവിടെ ഒറ്റയ്ക്കല്ലേ. ഞാൻ പിന്നെ പിള്ളേരെല്ലോണ്ട് ഞാൻ വേറെയാണ്. മിക്ക ദിവസങ്ങളിൽ ഇവർ എന്റെ കൂടെ അവിടെ വന്നിരിക്കലാണ് ചെയ്യാ. അപ്പൊ ഇവര് രണ്ടുപേരും അവിടെ വന്നിരിക്കുമ്പോ ഈ വീട് ഒറ്റയ്ക്ക് കിടക്കുമ്പോ അപ്പയ്ക്കും അമ്മയ്ക്ക് സങ്കടമാണ്. വീട് എത്ര നാളെ ഒറ്റയ്ക്ക്. അപ്പൊ അവര് 3 ദിവസം എന്റെ കൂടെ നിൽക്കും, പിന്നെ ഇങ്ങോട്ട് വരാം. അപ്പൊ അവൻ അവിടുന്ന് വന്നതിന്റെ റീസണേ അമ്മേനെ അപ്പേനെ ഒന്ന് ശരിക്കും ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണം. പിന്നെ അവൻ കൂടെ ഉള്ളപ്പോ പെട്ടെന്ന് ഇപ്പൊ അവനില്ലെങ്കിൽ എന്തുണ്ടെങ്കിലും എനിക്കുമല്ല അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് അവൻ വന്നിട്ട് ഇനി അമ്മേനെ ആശുപത്രിയിലൊക്കെ കാണിക്കണം, അവൻ എന്തെങ്കിലും നോക്കണം, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അവൻ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട്. ഞാനും അമ്മയും കൂടെ പറഞ്ഞു വേണ്ട അവിടെ നിൽക്കണ്ട ഇനി, കാരണം ഫുഡൊക്കെ സ്വന്തമായി ഉണ്ടാക്കി കഴിക്കണം, അങ്ങനെയൊക്കെയാണ്. ഇവൻ നേരത്തിന് ഭക്ഷണമൊന്നും കഴിക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട നിർത്തിപ്പോരെ. അങ്ങനെ അവൻ വന്നതാണ്. ഇവിടെ വന്ന് എന്തെങ്കിലും ജോലി. വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. 4-ാം തീയതിയാണ് വന്നത്. 5-6-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നെ അവന് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ ചെയ്യണം, അമ്മേനെ അപ്പേനെ നോക്കണം. അങ്ങനെ അവന് പിന്നെ പഠിക്കാൻ അവന് IAS ട്രൈ ചെയ്യണം. അവന് ആരോടും പറഞ്ഞിട്ടില്ല, എന്നോടും അമ്മയോടും മാത്രം. ഇവിടെ എനിക്ക് അതൊന്നും ഇവിടെ പാലക്കാട് ഒരു അക്കാഡമി ഒക്കെ നോക്കി എനിക്ക് ട്രെയിനിങ്ങിന് പോയാൽ കൊള്ളാമെന്നുണ്ട്, വെറുതെ ട്രൈ ചെയ്ത് നോക്കാൻ കിട്ടുകയാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞു. കാരണം അത്രയും നന്നായി പഠിക്കുന്നു. ഇപ്പോൾ അവന്റെ സ്കൂളിലായാലും കോളേജിലായാലും അന്വേഷിച്ചാലൊക്കെ എല്ലാവർക്കും അവനെ കുറിച്ച് നല്ലത് മാത്രം പറയാനുള്ള അത്ര നല്ലൊരു പയ്യനായിരുന്നു. തോന്നണ ദൈവം നല്ലവർക്കൊന്നും അധികം ആയുസ് കൊടുക്കുന്നില്ല. അനുവായിട്ട് നല്ല എന്താ പറയാ എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ പറയും, എല്ലാം ഷെയർ ചെയ്യണം. അമ്മയായിട്ടും അങ്ങനെ. അവനും പറഞ്ഞ ഒരു അമ്മ മകൻ ബന്ധമല്ല, അവര് തമ്മിൽ ഫ്രണ്ട്സിനെ പോലെയാണ്. അവൻ അമ്മേനെ പേരൊക്കെ വിളിക്കും, ഭയങ്കര കളിയും ചിരിയും അമ്മ അല്ല അപ്പ. ഞങ്ങള് 4 പേരും പറഞ്ഞ ഒരുമിച്ചിരുന്ന് ഭക്ഷണം. ഇപ്പൊ ഞങ്ങള് 4 പേര് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാരും കൂടെ ഈ ഹാളിൽ തിണ്ണയില്
വന്നിരിക്കും. വന്നിട്ട് പണ്ടത്തെ കഥകളും അപ്പയമ്മയൊക്കെ ഞങ്ങളെ പഴയ കാര്യങ്ങളൊക്കെ ഇവിടെ താമസിച്ചപ്പോഴും അമ്മച്ചിയുടെ പഴയ കഥകളും ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചിരുന്ന് ഭയങ്കര ഒത്തൊരുമയാണ്, ഒരുമിച്ചിരുന്ന് സംസാരവും കാര്യങ്ങളും അങ്ങനെയാണ്. എന്നോടാണെങ്കിലും ഡെയിലി അവൻ എന്നെ ഫോൺ വിളിക്കും, വീഡിയോ കോൾ ചെയ്യലും എന്തുണ്ട്. ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇന്നേ വരെ ഞാനും അവനും ഒരു വഴക്ക് പോലും പരസ്പരം അടി ഉണ്ടാക്കിയിട്ടില്ല. ശരി, എനിക്ക് അങ്ങനെ കുറച്ചുനാൾ അവൻ എന്നോട് പിണങ്ങിയിരുന്നത് ഞങ്ങളുടെ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് വിഷമായ ഒരൊറ്റ റീസൺ കൊണ്ടാണ് എന്നോട് കുറച്ചുനാൾ പിണങ്ങിയത്. പക്ഷെ അവനാണ് ആദ്യം മിണ്ടിയത്. അവൻ തന്നെ ആദ്യം. അനുവിനോട് മിണ്ടില്ലായിരുന്നു, അഖിലിനോടും സംസാരിക്കുമായിരുന്നു. അതിനു മുമ്പ് നല്ല സുഹൃത്തുക്കളാണ്. ഓ, ഈ റിലേഷൻഷിപ്പ് ആവുന്നതിന് മുമ്പോ? വർഷങ്ങളായി റിലേഷൻഷിപ്പ് ആണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അവൻ മുഖാന്തരമാണ് എനിക്ക് ഏട്ടനെ പരിചയം തന്നെ. അങ്ങനെ ഇവര് പണ്ടേ കൂട്ടൊക്കെ ആയിരുന്നു. ഇവരും അതുപോലെ തന്നെ ഒരു അളിയൻ ബന്ധമല്ല. എല്ലാ തരികിട ഉള്ള സമയത്താണെങ്കിലും ഇല്ല, കൂട്ടും നടക്കലും പിടിക്കലും. ഇപ്പൊ അവനും വണ്ടിയൊക്കെ ഓടിക്കും. ഇപ്പൊ ഏട്ടൻ തിരക്കുള്ള സമയത്ത് അവനെ എവിടെ പോവാണെങ്കിലും ഏട്ടൻ അവനെ കൂടെ കൊണ്ടുപോവാ. വണ്ടി ഓടിക്കാനും ടയേർഡ് ആവുമല്ലോ, മാറി ഓടിക്കാടാവട്ടെ, അവനെയാണ് എല്ലാത്തിനും കൊണ്ടുപോകലും. ഞാനും അവനും അങ്ങനെ തന്നെ. വീട്ടിൽ വന്ന മൂത്ത മോളുമായിട്ട് അവൻ ഭയങ്കര കമ്പനിയാണ്. മൂത്തവളായിട്ട് ഭയങ്കര കൂട്ടാണ്. അവളാണെങ്കിൽ അവനെ കണ്ടാ അവൾക്ക് എന്നെയൊന്നും വേണ്ട, ഞങ്ങളെ ആരെയും വേണ്ട. അവന്റെ ഒപ്പം തന്നെയാണ് പോവലും പിടിക്കലും. അവൻ വന്ന് 4-ാം തീയതി വന്ന് 5-ാം തീയതി അവളെയും കൊണ്ടുപോയി അവളുടെ മുടിയൊക്കെ വെട്ടിച്ച് 2 പിള്ളേർക്കും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത്, അമ്മയ്ക്കും അപ്പയ്ക്കും പിള്ളേർക്കും ഡ്രസ്സ് എടുത്ത്. എനിക്കും ഏട്ടനും എടുക്കണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടടാ, വെറുതെ എന്തിനാ പൈസ കളയണ്. എന്നിട്ട് ഞാനും അവനും വലിയവളും കൂടിയാ പോയത്. അങ്ങനെ പോയിട്ടൊക്കെ വന്ന് അവൾക്ക് അത് കഴിഞ്ഞ് ഈ സംഭവം നടക്കണമെന്ന് എനിക്ക് വിഷുവിന്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പിള്ളേരെ നോക്കണല്ലോ. അപ്പൊ അതാണ് അമ്മയും അവനും കൂടെ പള്ളി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വന്നു. അപ്പൊ ഞാൻ ഷൂട്ടിനും പോയി. ഇവര് അമ്മമ്മയും മക്കളും അവനും കൂടെ കാറൊക്കെ എടുത്ത് മലമ്പുഴയിലൊക്കെ പോയി വന്ന്. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് എത്തിയിട്ട് ഇവര് കറങ്ങി സംഭവം നടക്കുന്ന ദിവസം അവര് വീടെത്തിയില്ല. ഞാൻ വിളിയോട് വിളി, എവിടെ എത്തി, വേഗം വാ പറഞ്ഞു. അങ്ങനെ വന്ന് ഒരു 6 മണിയായപ്പോ അവരവിടെ എത്തി. ഒരു 6:15 ഞാൻ പറഞ്ഞു, എടാ പോവണ്ട, നാളെ പോയാ പോരെ, എന്തിനാണ് ഇനിയിപ്പോ രാത്രി. അപ്പൊ പറഞ്ഞടി അപ്പ ഒറ്റയ്ക്കല്ലേ, അന്നാണെങ്കിൽ അമ്മയുടെ അപ്പയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പ ഒറ്റയ്ക്കല്ലടി പറഞ്ഞിട്ട് അമ്മയും അവനും കൂടെ വാശി പിടിച്ച് പോയതാ. പകുതി വഴി പോയിട്ട് അവൻ ഫോണിന്റെ ചാർജർ മറന്ന് വീണ്ടും തിരിച്ചു വന്ന് ചാർജറും എടുത്തിട്ടാണ് അവൻ പിന്നെ പോയത്. പിന്നെ പോയി ആ പോക്ക് പോയതാണ്. കുഞ്ഞുങ്ങള് തിരക്കുന്നുണ്ടോ? ഇവിടെ വന്ന് ഉള്ളില് റൂമിൽ ഇരുന്നപ്പോഴാണ് ചോദിച്ചു, അനു മാമൻ എവിടെയാ കിടക്കുക, മാമാന്ന് വിളിക്കുക, മാമൻ എവിടെയാ കിടക്കുക. എന്നിട്ട് ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ അവൾ എന്നോട് പറയും, ആരും എന്തിനാ കരയണ്, ഞാൻ അപ്പയുടെ അടുത്ത് പറയാട്ടോ വരുമ്പോ മാമനെ കൊണ്ടുവരാൻ. അവൾക്ക് പക്ഷെ എന്തൊക്കെയോ അറിയാം. ഇവളുടെ അമ്മമ്മേനെ മാത്രമേ കണ്ടുള്ളല്ലോ. അവൾക്ക് അറിയാം ആന ഇതാക്കി. അപ്പൊ അമ്മമ്മയുടെ ചെവിയിൽ ആന കടിച്ചു, അതാണ് ചെവി പോയത് എന്നൊക്കെ അവള് പറയും. അതുപോലെ മാമന് വലിയ മുറിവാണ്. അപ്പൊ മാമനെ ഇവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, ദൂരെ ആശുപത്രിയിലാണ്. അപ്പൊ കുറെ നാള് കഴിയുമ്പോ മാമൻ വരും. അങ്ങനെയൊക്കെ അവള് പറയാത്തൊരു ദിവസം, അവനെ പറ്റി ചോദിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അതാണ് ഒന്നും കൂടെ വിഷമം. നമ്മൾ ചിലപ്പോ എല്ലാം റിക്കവർ ചെയ്ത് വരുമ്പോ ഇവള് വന്ന് ചോദിക്കും, അവനെവിടെ, വിളിക്കുക. പിന്നെ അവന്റെ തിങ്സ് എങ്ങനെയെങ്കിലും നമ്മള് ഓരോ കാര്യത്തിന് റിക്കവർ ആയിട്ട് വരുമ്പോൾ ഡെയിലി വന്നിട്ട് നമ്മൾ ഓർപ്പെടുത്തിട്ട് എൻഗേജ്ഡ് ആവാൻ നോക്കുമ്പല്ലേ. അവളുടെ കുഞ്ഞു മനസ്സല്ലേ, അവൾ ഇപ്പോഴും വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ചിലപ്പോ പറയും മാമ ദൈവത്തിന്റെ അടുത്ത് പോയതാണ്, പക്ഷെ അവൾക്ക് എന്നാലും വരും തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ കുഞ്ഞിനുണ്ട്. അവൾക്കും അത് മെന്റലി ഇവിടെ അതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് അവള് ഇരിക്കണം. ഇപ്പൊ ഇവിടെ വന്നാണ് ഇയാൾക്ക് പേടിയാണെന്ന് പറയും. ഇവിടെ വന്ന പിള്ളേരുടെ അടുത്തൊക്കെ പറയും, രാത്രിയൊന്നും പുറത്തു പോകണ്ട, ആന വരും ഇവിടെയുള്ള പിള്ളേരുടെ അടുത്തൊക്കെ അവള് പറയും. അനുവിന് എങ്ങനെയായിരുന്നു ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരവസ്ഥ? ഞാൻ ഫസ്റ്റ് അറിഞ്ഞില്ലല്ലോ, എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ അമ്മ വിളിച്ച് കരഞ്ഞു പറഞ്ഞപ്പോ തന്നെ ഞാനും എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഏട്ടനെ വിട്ടു. അപ്പത്തേക്ക് ഞാൻ ആശുപത്രി വരട്ടെ ഞാൻ വിളിച്ച് ചോദിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ആശുപത്രി വരണ്ടടി, ഇവിടെ എല്ലാരും ഉണ്ട്, പിള്ളേരും എല്ലാരും ഉണ്ട്, നീ ഒരു ഓട്ടോ എടുത്ത് വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കാൻ വീടിന്റെ മുകളിലുള്ള ആ അങ്കിളിന്റെ ഓട്ടോ എടുത്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല. ഇവന് എന്ത് പറ്റി എന്നുള്ളൊരു ഇതറിയില്ലല്ലോ. പിന്നെ
പപ്പയുടെ മുമ്പിൽ എനിക്ക് കരയാനും പറ്റില്ല. കാരണം ഞാനും കൂടെ കരഞ്ഞാൽ പപ്പ അത് ഭയങ്കര, ഇപ്പോഴാണെങ്കിലും ഞാൻ പപ്പയുടെ അമ്മയുടെ മുന്നിൽ കരഞ്ഞിട്ടേ ഇല്ല. അമ്മേനെ അന്ന് ആംബുലൻസിലാണ് കാണാൻ കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആംബുലൻസിൽ പോയി കയറി കണ്ടു. അപ്പോഴും ഞാൻ ഒരു തുണ്ട് പോലും ഞാൻ കരഞ്ഞില്ല. ഇന്ന് ഇവിടെ വെച്ച് കണ്ടപ്പം പപ്പയെ ഞാനും ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നല്ലാതെ അതിനുശേഷം ഇന്നേ വരെ പപ്പയുടെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ അവരെ സമാധാനിപ്പിക്കും. പക്ഷെ എന്റെ ഉള്ളില് എനിക്കിപ്പോഴും അവരൊക്കെ അക്സെപ്റ്റ് ചെയ്തു അവൻ പോയി ഇനി വരില്ല എന്നുള്ളത്. പക്ഷെ എനിക്കിപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അവൻ ഇല്ല എന്നുള്ളൊരു അമ്മ വന്ന ആ ഒരു സീനൊക്കെ നമ്മള് ആ ഒരു രംഗമൊക്കെ കണ്ടിട്ടാണെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം തലേന്ന് അത്രയും വലിയൊരു അപകടം നടന്നിട്ട് അത്രയും നുറുങ്ങുന്ന വേദനയോടുകൂടി മകനെ കാണണം എന്ന് പറഞ്ഞിട്ട് അമ്മ വരിക എന്നൊക്കെ പറയുമ്പം ആ ഒരു സിറ്റുവേഷനൊക്കെ അഖില എങ്ങനെയാ ഹാൻഡിൽ ചെയ്തേ? ആ സമയത്തൊക്കെ ഒരു മരവിച്ച അവസ്ഥയായിരുന്നു. കാരണം അവന്റെ മരണം തൊട്ട് ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന തൊട്ട് ഇവന്റെ ബോഡി തിരിച്ചിവിടെ എത്തിക്കുന്നവരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ അമ്മനെ അവിടെ എത്തിക്കുന്ന തൊട്ട് അമ്മനെ തിരിച്ചു കൊണ്ടുവരുന്നവരും കൂടെ ഉണ്ടായിരുന്നു. രണ്ടവസ്ഥയും ഒരു മരവിച്ച അവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഫ്ലോയിൽ അങ്ങനെ ചെയ്തു പോയിന്നേ ഉള്ളൂ. അത് വിശദീകരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അമ്മ അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതൊക്കെ എന്തായിരുന്നു? അതായത് ഈ ഒരു അപകടത്തെ പറ്റിയിട്ടാണ്? കാണാൻ തന്നെയായിരുന്നു. ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഞാനും അവരുടെ ഇവിടെ ഒരു അങ്കിളുടെ മോനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ കൂടെ കൊണ്ടുപോയപ്പോ തൊട്ട്. അപ്പൊ എങ്ങനെയും അവനെ കാണുന്നുള്ളത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂ ആയിട്ട് അതിനെ സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു. പിന്നെ അവനൊന്നും പറ്റിക്കാണിച്ചാലോ അല്ലെ, അങ്ങനെ അമ്മനെ തൃശ്ശൂർ കൊണ്ടുവന്നു. അവൻ പാലക്കാട് സേഫ് ആണെന്ന് പറഞ്ഞപ്പോ അവനൊന്നും പറ്റിക്കാനില്ല എന്നുള്ളതായിരുന്നു മനസ്സിൽ. പിന്നെ പിറ്റേ ദിവസം കാലത്തൊരു ഫാമിലി തന്നെ ഒരു മെമ്പർ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. പിന്നെ അമ്മയ്ക്കും ഒരു സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അമ്മയ്ക്കാണെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല സമയത്ത്. പക്ഷെ അമ്മയ്ക്ക് അറിയാമായിരിക്കും മേ ബി. കാരണം അങ്ങനെ സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ കൊണ്ടുപോകും. കാരണം അമ്മ ഒരു ഡിസ്റ്റൻസിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അമ്മ അവിടെ നിന്ന് നിരങ്ങി വന്നിട്ടാണ്. കാരണം ഇത്രയും പരിക്കോട് കൂടിയിട്ട് അവിടെ നിന്ന് അത്രയും ആത്മധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിരങ്ങി വരാൻ പറ്റുള്ളൂ. അവിടെ നിരങ്ങി വന്നിട്ടാണ്. ഫോൺ എടുത്ത് വിളിച്ചില്ലെങ്കിൽ അമ്മയും കൂടി പോകും. ഷുവറായിട്ടും അമ്മയ്ക്ക് ഫോൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അമ്മയും കൂടി മരണം അതിനുശേഷം ഒരാള് ഞങ്ങൾ ഇത്ര വീട്ടുകാരേ ഉള്ളൂ, എല്ലാവരും വീടെത്തി. ഇനി ആരും ആ ഒരു സമയത്ത് ഇല്ല. പിറ്റേ ദിവസം ജോലിക്ക് പോണോരോ പണിക്ക് പോണോരൊക്കെ പോകുള്ളൂ. ഒരു പക്ഷെ അമ്മ വിളിച്ചില്ലായിരുന്നെങ്കിൽ രാവിലെ പപ്പ പണിക്ക് പോകുമ്പോ പപ്പയായിരിക്കും അത് കണ്ട. അപ്പത്തേക്ക് അമ്മയും പോയിട്ടുണ്ടാവും. പക്ഷെ അമ്മയ്ക്ക് എന്തോ ബോധം വന്നപ്പം വിളിക്കണം എന്നുള്ള ആ മനധൈര്യം അതിപ്പോഴാണെങ്കിലും അമ്മയ്ക്ക് മനസ്സിനൊരു ബലമുണ്ട്. അതാണ് അമ്മ ഇപ്പോഴും ഇത്ര സ്ട്രോങ് ആയിരിക്കുന്നത്. പക്ഷെ എനിക്ക് പോലും അതില്ല. അമ്മയ്ക്ക് എണീക്കാൻ നോക്കിയിട്ട് അമ്മ പറ്റുന്നില്ല. നിരങ്ങിപ്പോയി ഫോൺ എടുത്തിട്ടാണ് അമ്മ എന്നെ വിളിച്ചത്. അമ്മയ്ക്ക് അറിയില്ല ഇത്രയും മുറിവുകൾ ദേഹത്തിനൊന്നും അറിയില്ല. അപ്പൊ മകനെ കാണുന്നുള്ളത് ഇതല്ലേ, മകൻ ദൂരെ കിടക്കണം, അവനെ രക്ഷിക്കണം എന്നുള്ളത്. അലനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അമ്മയുടെ. പോയതൊക്കെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു സംഭവം കാരണം അത് കഴിഞ്ഞ് അമ്മേനെ കണ്ട ആളാണ് ഞാൻ. അമ്മ ഈ ഒരു ശരീരം വെച്ചിട്ട് എങ്ങനെ അമ്മ എന്നെ ഫോൺ വിളിച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു, കാരണം നമ്മൾ മുറിവുകളൊക്കെ ആകുമ്പോഴാണ് അറിയുന്നത്. ഒരുപാട് ആഴത്തിലുള്ള മുറിവുകളുണ്ട്, ശരീരം മൊത്തം മുറിവുകളുണ്ട്. ഒരു സ്ഥലം മാറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എല്ലാ സ്ഥലങ്ങളും തലയുടെ ഇവിടെ തൊട്ട് തലയൊക്കെ മുടിയൊക്കെ ഞങ്ങൾ മൊത്തം വെട്ടി. തലയുടെ ഇവിടെ ചെവി ഫുള്ള് ബാക്കിൽ ഫുള്ള് മുറിവുകളാണ്. കാലിന്റെ തൊട തൊട്ട് നഖത്തിന്റെ അവിടം വരെ അമ്മയ്ക്ക് മുറിവുകളാണ്. അത്രയും എനിക്ക് അമ്മേനെ നേരിട്ട് കഴിഞ്ഞപ്പോ ഈ അമ്മയാണോ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞേ എന്നുള്ളത് നമുക്ക് നേരെ ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല ആലോചിച്ചിട്ട്. അപ്പൊ ഇവരുടെയൊക്കെ അവസ്ഥ എന്തായാലും ഊഹിക്കാന്നേ ഉള്ളൂ. മാക്സിമം കൂട്ടുപിടിക്കാൻ നോക്കും. അമ്മയെ അച്ഛൻ്റെ നമ്മൾ പിന്നെ ഹോസ്പിറ്റലല്ലേ, പിന്നെ വേറെ സിറ്റുവേഷൻ എങ്ങനെ ആയതുകൊണ്ട് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഇവിടെ നമ്മളൊന്നും സംസാരിച്ചിട്ടൊക്കെ കൂടെ നിർത്താൻ നോക്കും. പക്ഷെ എന്നാലും ആളൊരു രാത്രി ഒരു സമയം കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണല്ലേ. എനിക്ക് ഇപ്പോഴും വിശ്വാസമേ ഇല്ല വേറെ എവിടെയോ ആണെന്നാണ് എന്റെ. കാരണം ലാസ്റ്റ് 2 മാസം ജോലിയിലായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസും കൂടി ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പേർക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കള് പറയാൻ അത്രയും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അന്ന് വന്ന സുഹൃത്തുക്കൾ എല്ലാവരും. കാരണം അവർക്ക് ആർക്കും, ഞങ്ങൾ ഇന്നലെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ട്. കല്യാണത്തലേന്ന് ഞാനായിരുന്നു പോയത്. അപ്പൊ അവിടെ ആർക്കും ആ ഒരു കല്യാണത്തിന്റെ വീട്ടിൽ പോലും ഇവന്റെ കാര്യങ്ങൾ വരുമ്പോ അവിടെ ആ ഒരു സിറ്റുവേഷൻ മൊത്തം മാറണം. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇവിടെ കുറെ ചേട്ടന്മാരുണ്ട്. അവൻ വന്ന കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അവരുടെ അടുത്ത് പോയി സംസാരിച്ച് സ്വന്തം വീട് പോലെ എല്ലാവർക്കും അവിടെ ഒരു ഏട്ടന്റെ കൂടെ കയറി കിടന്നിട്ട് ആ സംഭവിക്കുന്ന ദിവസം രാവിലെ അവൻ എല്ലാരും പോയി കണ്ട് സംസാരിച്ച് ഈ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വന്നവനാണ്. അപ്പൊ അവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അലൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടില് നല്ല ഇവിടെ ഏട്ടന്മാരുടെ ഇടയിലാണെങ്കിലും ഭയങ്കര ഒരു
ഇതാണ്. അവൻ ഒരു സമയത്ത് നല്ല എന്താ പറയാ തരികിട കളിച്ച് നടക്കുന്ന സമയമായിരുന്നു. പിന്നെ അവൻ ആകെ മാറി. എല്ലാം നല്ല അതായത് പിന്നെ ഞങ്ങള് ക്രിസ്ത്യൻസ് അല്ലേ, അവൻ പിന്നെ ഫുൾ ബൈബിൾ വായന, പള്ളിയിൽ പോകല്, പ്രാർത്ഥിക്കല്, ആരെ വിളിച്ചാലും ഈ പ്രാർത്ഥനയുടെ കാര്യം പറയാ, ദൈവത്തിന്റെ കാര്യം പറയാ, അങ്ങനെ അവൻ മാറിയിരുന്നു. ഒരാളുടെ അടുത്തും അവനെ ഒറ്റ പ്രാവശ്യം സംസാരിച്ച ഒരാൾ മറക്കില്ല. അങ്ങനെയാണ് അവന്റെ ഒരു നേച്ചർ. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു മുഖമാണ്. ഇതുവരെ ഇപ്പൊ ഫോണിൽ ഇന്നാളെ തന്നെ അവൻ റെയിൽവേയുടെ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവനപ്പൊ കൊല്ലത്താണ്, അമ്മയാണ് അപ്ലൈ ചെയ്ത്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ ഇവര് കുറെ ഫോട്ടോ അയച്ചു കൊടുത്തു. പക്ഷെ ഫോട്ടോ ഒന്നും ഇവര് പറ്റില്ല പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോ ചിരിക്കണ ഫോട്ടോ ഒന്നും പറ്റില്ല, ചിരിക്കാതിരിക്കണ ഫോട്ടോ തന്നെ വേണം. അവൻ അമ്മയോട് പറയുകയും ചെയ്തു, അയ്യോ എന്റെ അടുത്ത് എവിടുന്ന അമ്മ ചിരിക്കാതിരിക്കണ ഫോട്ടോ, പിന്നെ എവിടുന്നോ തപ്പിപ്പിടിച്ച ഏതോ ഒരു പാസ്പോർട്ട് പഴയ ഫോട്ടോ കണ്ടെടുത്തിട്ടാണ് തന്നത്. അത് അങ്ങനെയാണ് പരിചയപ്പെട്ടൊരു 10 മിനിറ്റ് ഒരു വായിന്നൊരു നെഗറ്റീവ് പോലും അവന്റെ വരില്ല. എപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ ഫുള്ള് പോസിറ്റീവാണ്. അതല്ലടി അതൊക്കെ മാറും, അതൊക്കെ അങ്ങനത്തെ ഒരു ഇതാണ് അവന്. ഇന്നാളെ ഇവന്റെ കൂടെ പഠിച്ചവരൊക്കെ ഹയർ സ്റ്റഡീസിന് പോയി ജോലിയൊക്കെ ആയി, കുറെ പേര് ഫോറിൻ കൺട്രീസിലൊക്കെ പോയി. അപ്പൊ ഞാൻ നാളെ അവന്റെ വാട്സപ്പ് നോക്കിയപ്പോ ആ കൊച്ചയച്ച മെസ്സേജുകളിൽ അവര് പറയണ്ട, അല്ല നിനക്ക് ഇനി എന്തെങ്കിലും നോക്കിക്കൂടെ, എത്ര ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായി, നീ ഇങ്ങനെ ഇരിക്കണ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, എനിക്ക് 22 വയസ്സല്ലേ ആയിട്ടുള്ളടാ, ഇനി ഇഷ്ടംപോലെ സമയം കിടക്കുന്നില്ലേ എന്നാണ് അവൻ അതിൽ പറഞ്ഞത്. അവന് അതിന്റെ കാര്യത്തിലാണെങ്കിൽ അവന് ഇതുവരെ ഒരു ഇന്നേ വരെ അവന്റെ വായിന്നൊരു നെഗറ്റീവ് സംഭവം നമുക്ക് എനിക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. അവൻ അപ്പോഴും പറഞ്ഞു സമയമുണ്ട്, സമയമല്ലേ കിടക്കണത്, 22 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതാണ് അവന്റെ ഒരു ഇത്. അവര് പിന്നെ PG എടുക്കണം അങ്ങനെയൊക്കെ അവന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവൻ വിചാരിച്ചു PG ഒക്കെ എടുത്ത് വെറുതെ പഠിക്കും, അപ്പൊ എന്തെങ്കിലും ഈ ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ ഉണ്ടാവുമല്ലോ, 6 months ഒക്കെ, അങ്ങനത്തെ കോഴ്സുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു മനസ്സിൽ പ്ലാൻ. ഈ IASന്റെ കാര്യം അവൻ വന്നിട്ട് അതിന് കോച്ചിങ്ങിന് പോവാ എന്നൊക്കെ പറഞ്ഞ് അവൻ നിൽക്കുകയായിരുന്നു. അതായത് എനിക്കും അമ്മയ്ക്കും മാത്രം അറിയാം. അവൻ എന്നോടും അമ്മയോട് മാത്രമേ ഇതിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഈ കോച്ചിങ്ങിന് പോണടി, എനിക്ക് തോന്നുന്നു, എന്റെ മനസ്സ് തോന്നുന്നു എനിക്ക് അതിന് കിട്ടും, എനിക്കത് പറ്റും എന്നുള്ളത് തോന്നണു എന്ന് അവൻ ഇങ്ങനെ പറയുമായിരുന്നു. ഈ ഒരു എന്ത് തോന്നുന്നു, അതായത് ഒരു ഹയർ സ്റ്റഡീസിന്റെ കാര്യം തന്നെ ആണെങ്കിലും ഒക്കെ അങ്ങനെ മാറ്റി ഒരു 22 വയസ്സിൽ തന്നെ അത്രയൊക്കെ മാറ്റി വെച്ച് വീട്ടുകാരെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കാന്നൊക്കെ പറയുമ്പോ 22 വയസ്സല്ല ആക്ച്വലി എന്ന് വെച്ചാൽ ഞങ്ങള് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പിള്ളേർക്കാർ കമ്പനിക്കാർ ചേർക്കാൻ തീരുമാനമായിരുന്നു മുമ്പ്. ഒരു വർഷം, ഒരു 1.5 വർഷം മുമ്പ് വരെ. ഇവനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. കാരണം എന്താ വെച്ചാൽ ഇവനൊരു ചാലഞ്ച്, ഇവൻ ഇങ്ങനെ നമ്മൾ 21 days ചാലഞ്ച് നമുക്ക് എടുക്കാം, 7 days എടുക്കും, ഞാൻ ബ്രേക്ക് ചെയ്യും, അപ്പൊ ഇവൻ ബ്രേക്ക് ചെയ്യും, ഞാൻ പിന്നെ തുടരില്ല, ഇവൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഞാനായിരിക്കും ബ്രേക്ക് ചെയ്യിപ്പിക്കുക, പക്ഷെ ബ്രേക്ക് ചെയ്താലും ഇവൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, പിന്നെയും ബ്രേക്ക് ചെയ്യും, പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ അവന്റെ ഡയറി കിട്ടിയപ്പോ, ബുക്ക് കിട്ടിയപ്പോ നമുക്ക് മനസ്സിലായത്. ഒരു കുഞ്ഞയുടെ പോക്കറ്റ് ഡയറി ഉണ്ടായിരുന്നു. അതിലവൻ ചലഞ്ച് ചെയ്യാൻ തുടങ്ങിയ ദിവസം തൊട്ട് Day 1 എന്നിട്ട് എന്തൊക്കെ ചെയ്തു, Day 2 അങ്ങനെ അവൻ 21 ദിവസത്തെ ചലഞ്ചാണ് എടുത്തത്. അതിൽ ആദ്യത്തെ 7 ദിവസം ചലഞ്ച് എടുത്തിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് വെച്ച് പാളി. എന്നിട്ട് അവൻ വീണ്ടും അതിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഡയറിയിൽ, അലൻ യു ക്യാൻ, നിനക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ഡയറിയിൽ ഇങ്ങനെ എഴുതി സക്സസ്ഫുൾ ആയി. അവൻ ചെയ്തു, 21 ദിവസം അവൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം പിന്നീട് ആ ഒരു വേറെ ലൈഫ് സർക്കിൾ ആയിരുന്നു മൊത്തം. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പേർക്ക് ഇത്രയും ഇൻസ്പയർ ആയിട്ടും ഇത്രയും പേർക്ക് എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് ഇവിടെയുള്ള ആരോട് ചോദിച്ചാലും ഒരാളെ പോലും ഒരു നെഗറ്റീവായിട്ട് ഒരു തോട്ട് ഉണ്ടാവില്ല. കാരണം അത്രയും പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ആളാണ്. ഞങ്ങളെ ബൈബിളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ജീവിതമല്ല, ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് നമുക്കൊരു ജീവിതം ഉണ്ട് എന്നാണ് ഞങ്ങളുടെ ബൈബിള് പറയണത്. അതാണ് ശരിക്കുള്ള നമ്മുടെ ലൈഫ്. ഇവിടുത്തെ ജീവിതമൊന്നും നമുക്ക് വെറുതെയാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞങ്ങൾ. അവൻ പിന്നെ ഭയങ്കര ബൈബിളായിട്ടൊക്കെ അഡിക്റ്റ് ആയി. പിന്നെ അവന് പറയും, എന്തടി ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും സഹതാപമാണ് തോന്നുന്നത്. അതൊക്കെ നമ്മുടെ ദൈവത്തിന്റെ അടുത്ത് പോയാൽ നമുക്ക് എന്ത് സുഖമായ ജീവിതമാണ് അവിടെ എന്നൊക്കെ അവൻ എപ്പോഴും അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ എന്റെ അമ്മയെയും പപ്പയൊക്കെ ഇത്രയും ബോൾഡായി പിടിച്ചു നിൽക്കുന്നത് ഈ ഒരു വിശ്വാസമാണ്. അവൻ ഈ നശിച്ച ലോകത്തുനിന്ന് പോയി അവൻ ഇപ്പൊ ദൈവത്തിന്റെ അടുത്ത് ഉണ്ടാവും എന്നുള്ള ആ പ്രതീക്ഷയാണ് അമ്മേനെ അപ്പേനെയൊക്കെ ഇപ്പൊ പിടിച്ചത്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോടൊക്കെ ഉള്ള ഒരു വിശ്വാസം പോയി ഇതിന് ശേഷം. കാരണം നമുക്ക് തീരെ വിശ്വാസമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആള് ഇത്രത്തോളം എത്രയും അടുത്ത ആളെ ഇത്രയും വേദനിപ്പിച്ച് ആരും കൊണ്ടുപോയില്ല. അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെയായിരുന്നു കിട്ടിയത്. ആ കണ്ടപ്പോൾ ശരിക്കും മനസ്സിലായത് ഒരുപാട് വേദനിച്ചിട്ടാ പോയിരുന്നത്.
അതോടുകൂടി നമ്മളെ എന്താ പറയാ ആ ഒരു വിശ്വാസവും കാര്യങ്ങളെല്ലാം നമ്മളെ നഷ്ടപ്പെട്ടു. വിശ്വാസം പോയതല്ല, അവൻ അതിന് മാത്രം അത്രയും അതിൽ അഡിക്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് പക്ഷെ അവന് ചിലപ്പോ അവൻ വിചാരിച്ചതായിരിക്കും ശരി, ചിലപ്പോ അവന് നല്ലൊരു ജീവിതം ഇവിടത്തെക്കാളെ ചിലപ്പോ അവിടെ കിട്ടുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ഒരു സഹോദരി എന്ന നിലയ്ക്ക് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഭയങ്കര. പക്ഷെ അമ്മയ്ക്കൊക്കെ അവൻ ദൈവത്തിന്റെ അടുത്തുണ്ട്, ആ ഒരു കൺസെപ്റ്റാണ് അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ. പക്ഷെ എനിക്കിപ്പോഴും അത് എനിക്ക് അവൻ പോയിന്നേ എനിക്ക് ഉൾക്കൊള്ളാനുള്ളൊരു ഇത് എനിക്കില്ല. എനിക്ക് അവൻ ഇപ്പോഴും ഇവിടെ എവിടെയോ എന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ജോലിക്ക് പോയിരിക്കുകയാണ്. ആ ഒരു മനസ്സാണ് എനിക്കിപ്പോഴും. അവൻ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാലോ അല്ലെങ്കിൽ ആ ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു അല്ലാതെ രാവിലെയൊക്കെ ഇരിക്കുമ്പോഴേക്കും അവൻ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു എന്താണ്, ആദ്യത്തെ 2 ദിവസമൊക്കെ ഞാൻ അവന്റെ ഫോണിലേക്ക് വിളിക്കുമായിരുന്നു, എടുക്കോ എന്ന്. ഫോണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ്, അടിക്കും, പക്ഷെ ഫോൺ എടുക്കില്ല ആരും. നമ്മള് കൊച്ചിന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് എയ്ഡൻ ലൂക്ക അഖിൽ എന്നായിരുന്നു പേര്. അപ്പൊ നമ്മളത് മാറ്റിയിട്ട് അലൻ ലൂക്ക അഖിൽ എന്നാക്കി. ഇപ്പൊ ഒഫീഷ്യലി നെയിം അലൻ. കാരണം നമുക്ക് നമ്മുടെ കൂടെ അവൻ ഉണ്ട് എന്നൊരു വിശ്വാസത്തിന് വേണ്ടി, നമ്മുടെ മനസ്സിനെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി. കാരണം ഞങ്ങളൊരിക്കലും അളിയനല്ല വെച്ചാൽ അങ്ങനെ ഒരു ബന്ധമായിരുന്നില്ല അവൻ ലൈഫിലും. കാരണം നമ്മുടെ ലൈഫ് സർക്കിളിലെ ഒരു മെയിൻ പാർട്ടായിരുന്നു. ബിസിനസ് പരമായിക്കോട്ടെ എല്ലാത്തിനും അവൻ ഇവിടെ ഉള്ള സമയത്തൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കില്ല. എപ്പോഴും ആയിട്ട് ഉപദേശിക്കും, നമുക്ക് കുറയ്ക്കണം, ഡൈമോട്ടാണ് വിളിക്കുക. നമ്മളെ എല്ലാ കണക്കിന് നോക്കിയാൽ വർക്കിന്റെ ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫ്, ഹെൽത്ത് ലൈഫ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് തരും. ലാസ്റ്റ് 2 years ആയിട്ട് കറക്റ്റ് ഗൈഡൻസ് തരും. ഓരോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി. ലാസ്റ്റ് ഒരു 1 year നമ്മൾ വളരെ തകർന്നു നിൽക്കുന്ന സിറ്റുവേഷനിലൊക്കെ അങ്ങനെ കൂടുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഒരു ഫ്രണ്ടിനെ ഉപരി അത്രയും വേണ്ടപ്പെട്ട ഒരാളെന്നുള്ളൊരു ഇതായിരുന്നു. കാരണം ഒരു ഫ്രണ്ട് അല്ല, അത്രയും വേണ്ടപ്പെട്ട ഒരാള്, ഒരളീനായിട്ടും കൂടി നമുക്ക് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പ്രായത്തിൽ കവിഞ്ഞൊരു പക്വതയാണ് അവന്. എല്ലാ കാര്യത്തിലും അവൻ പറയുന്ന കാര്യം കറക്റ്റ് ആയിരിക്കും. എല്ലാം അത് അങ്ങനെ ചെയ്യണടി, നീ അതൊന്നും ട്രൈ ചെയ്ത് നോക്ക്. ഞാനിപ്പോ വെറുതെ ഇരിക്കുന്നത്, നീ എന്തിനാ വെറുതെ ഇരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തൂടെ, അമ്മയില്ലേ പിള്ളേരെ നോക്കാൻ, എപ്പോഴും പിള്ളേരെ നോക്കി ഇങ്ങനെ വീട്ടിലിരിക്കണം എന്നൊന്നുമില്ല. വ്ളോഗിന്റെ കാര്യം വരെ പറയും. പ്രത്യേകിച്ച് നമ്മള് മെയിൻ ഞങ്ങളെ ആക്റ്റീവായിട്ടുള്ള വ്ളോഗേഴ്സ് അല്ല. അത് ഞങ്ങൾക്ക് വേറെ ജോലിയും കാര്യങ്ങളുണ്ട്, ബിസിനസ് കാര്യം. അപ്പൊ നമ്മൾ അതുകൊണ്ട് ആക്റ്റീവ് ആയിട്ട് വ്ളോഗേഴ്സ് അല്ല. അല്ല ഇത് നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ മന്ത്ലി എനിക്ക് 3-4 വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ വല്ല ഫെസ്റ്റിവൽ ടൈമിൽ നമ്മുടെ നല്ല സന്തോഷങ്ങൾ സങ്കടങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. കണ്ടിന്യൂ ആയിട്ട് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനല്ല. പക്ഷെ ഇവൻ വന്നാൽ ഡെയിലി പറയും നിങ്ങൾക്ക് വ്ളോഗ് ചെയ്തുകൂടെ, നല്ലൊരു ഇൻകം സോഴ്സ് ആണ്. കയ്യിലുള്ളൊരു സംഭവമല്ലേ, നിങ്ങൾ എന്തിനാ വീഡിയോകൾ ഇടുക, അത് ചെയ്യാം. അവന് വരാനൊക്കെ മടിയാണ് വീഡിയോയിലൊക്കെ. പക്ഷെ അവൻ ഇങ്ങോട്ട് പറയും വീഡിയോ അത് കയ്യിലുള്ളൊരു അത് കളയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എപ്പോഴും. അതെനിക്ക് പറയണം. ഒരു മരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കാര്യം എല്ലാവരും അറിയിക്കാൻ. അപ്പൊ എല്ലാവരും ചോദിച്ചു ജീവിച്ചിരിക്കുമ്പോൾ ഇതൊരു ഫോട്ടോ കൂടി ഇട്ടില്ലാന്ന്. സത്യം പറഞ്ഞാൽ അവന്റെ ഫോട്ടോ പോലും സോഷ്യൽ മീഡിയ, അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു 0 പോസ്റ്റ് ആണ്. അവന്റെ ഒരു ഫോട്ടോ പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഇഷ്ടമല്ല. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സൊസൈറ്റി ആയിട്ട് അവനൊരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നത് പോലും ഇഷ്ടമല്ല. അവൻ പ്രൈവറ്റ് സർക്കിൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാനും അവനും ഞങ്ങളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അവന് ഒഴിഞ്ഞു മാറി പോകും, വേണ്ട പറഞ്ഞാൽ അവന് താല്പര്യമില്ല. അല്ലാണ്ട് നന്നായി പാട്ട് പാടും അവൻ. ഞാനും അവനും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ലിറിക്സ് ഒക്കെ വെച്ച് പാട്ടുപാടി വീഡിയോ എടുത്താൽ അവനത് എവിടെ ഇടാൻ സമ്മതിക്കില്ലല്ലേ. പിന്നെ വാട്സപ്പില് സ്റ്റാറ്റസ് ഇടുന്നല്ലാതെ ഒരു സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ഒന്നിലും അവന് ഭയങ്കര മടിയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടത് നാളെ ഒരു ഷൈ ആണ് അതിന്. വേണ്ട എന്റെ ഫോട്ടോ ഇടണ്ട, അല്ലെങ്കിൽ എന്റെ വീഡിയോ ഇടണ്ട, അങ്ങനെ പറയും. വളരെ ചുരുക്കം 2-3 വീഡിയോയിലാണ് അവൻ അത് അവൻ അറിയാതെ എടുത്ത കുറെ ക്ലിപ്പുകൾ. ഇവന്റെ കോളേജിലെ പരിപാടിക്ക് ഞങ്ങൾ പോയപ്പോ ഞങ്ങൾ നല്ല റീച്ച് ആയി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ സിസ്റ്ററാന്ന് പോലും അവർക്ക് ആർക്കും അറിയില്ല. കാരണം ഇവൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരിക്കലും നിങ്ങളുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് തോന്നണേ ഇന്നേ വരെ അവൻ അതായത് ഞങ്ങളുടെ ചാനൽ പോലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുണ്ട് ഞങ്ങളുടെ വീഡിയോസ് വെയിറ്റ് കാണാത്തവരുള്ളത്. അവൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, കാരണം സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ആവില്ല. പിന്നെ അവൻ അങ്ങനെയാണ്, അവന് പ്രത്യേക ക്യാരക്ടറാണ്. അവൻ പറയുന്നു 1 million ആവട്ടെ, 1 million ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ സബ്സ്ക്രൈബ് ബട്ടൺ എന്റെ ആയിരിക്കും, ഞാനായിരിക്കും സബ്സ്ക്രൈബ്. അത് ഇവളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി പറയാം. പക്ഷെ ഇവള് വീഡിയോ ചെയ്യാൻ വേണ്ടി പറയാ, പക്ഷെ ഇവളത് ചെയ്യില്ല. അത് ഒരുപാട് ഓർമ്മകളെന്നല്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നോ അല്ല അങ്ങനെ ഒരു ഇമോഷൻ സിറ്റുവേഷനിലല്ല കടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സിറ്റുവേഷൻ, ഫാമിലി, കാരണം നമ്മൾ ഒരുപാട് ദിവസങ്ങളായില്ലേ. ഇപ്പൊ 6-ാം തീയതി സംഭവിച്ചാണ്, ഇന്നേക്ക് 23-22-ാം തീയതി ആയില്ലേ. അപ്പൊ നമുക്കിത് എങ്ങനെ മുന്നോട്ട് പോകുന്ന പോലെ നമുക്ക് അറിയുന്നില്ല. പല സമയങ്ങളിലും മാനസികമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്, എന്താ പറയാ, പ്രാക്ടിക്കലി
എങ്ങനെയെങ്കിലും പോണം അങ്ങനെ. നമുക്കിപ്പോൾ അറിയാം ഏകദേശം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആനൂനാണെങ്കിലും അഖിലിനാണെങ്കിലും അതിൽ നിന്ന് റിക്കവർ ആകാൻ ഉള്ള ബുദ്ധിമുട്ടും, പക്ഷേ തുടർന്ന് മുന്നോട്ട് വന്നേ പറ്റൂ. കാരണം അമ്മയെ നോക്കാനുണ്ട്, അച്ഛനെ നോക്കാനുണ്ട്. ഇനി അലൻ്റെ സ്ഥാനത്ത് അനു സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റൂ. അതിനുള്ള എല്ലാ ശക്തിയും ദൈവം തരട്ടെ. ഈ ഒരു പ്രശ്നത്തിനെല്ലാം ഇതോടുകൂടി ഒരു പരിഹാരമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവസാനമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളത് എന്താ വെച്ചാൽ ഇനി നിങ്ങളെയൊക്കെ പ്രവേശിക്കാൻ നമുക്ക് വേണം. കാരണം അമ്മ റിക്കവറായി ഒന്നുകൂടെ വരണം. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇനിയെങ്കിലും നിയമം കുറച്ചും കൂടെ ശക്തമാവണം. എന്ത് കാര്യത്തിനാണെങ്കിലും. ഇതിപ്പോ ഇങ്ങനെ ഒരു വന്യജീവി ആക്രമണം എന്നല്ല, അതല്ലാതെ ഇനി എന്തൊരു കാര്യമാണെങ്കിലും ശക്തമായി അപ്പം തന്നെ ഇടപെടാനുള്ള നമ്മുടെ നാട്ടിലെ നിയമം ഒന്നുകൂടെ ശക്തമാവും. എന്നാൽ തന്നെ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ കുറയുള്ളൂ. കാരണം ഇപ്പം മനുഷ്യന്, അതായത് മനുഷ്യന്റെ ജീവന് വാല്യൂ കൊടുക്കണം. ആനകളെയൊക്കെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ എന്താണ് ജീവപര്യന്തമാണ് നമുക്കൊക്കെ. അങ്ങനെ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന, ആ ഒരു വില പോലും മനുഷ്യനില്ല ഇന്നത്തെ കാലത്ത്. നിയമം ഇനി ശക്തമാണ്ട് മാറാനുണ്ട്. കുറെ നിയമത്തിൽ ഇനി കുറെ ചേഞ്ചസ്. ഇനി ഇങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ. ഇങ്ങനെയൊന്നും എവിടെ സംഭവിച്ചതെന്ന് കേൾക്കാതിരിക്കട്ടെ. അത് ഇവിടെയെന്നല്ല, എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു ന്യൂസിന് കേൾക്കാതിരിക്കട്ടെ. അതാണ് പറയുന്നത്.